ഹായ് ഗൈസ്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സന്തോഷ വാർത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ആഹ് എനിക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ വഴി ആദ്യമായിട്ട് വരുമാനം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായി ഞാൻ ഇതിന്റെ പുറകെ നിൽക്കുന്നത്. ചില മാസങ്ങളിൽ ആക്റ്റീവായും ചില മാസങ്ങളിൽ ഇന്നാക്റ്റീവായും ഒക്കെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അവസാനം എനിക്ക് നല്ലൊരു പേ ഔട്ട് തന്നെ ഇന്ന് ലഭിച്ചു. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു സമയത്തെ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നിങ്ങളൂടെ അറിയണം എന്ന് എനിക്ക് തോന്നി. അപ്പം അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തുടക്കം സമയത്ത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാവർക്കും ആക്റ്റീവ് ആയിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് ഒരു ലാസ്റ്റ് ഇയർ എനിക്ക് ആഗസ്റ്റ് സെപ്റ്റംബറിനകത്തൊക്കെ തന്നെ അല്പം ആക്റ്റീവ് ആയിരുന്നവർക്കെല്ലാം ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കഴിഞ്ഞ വർഷത്തോടെ ആക്റ്റീവ് ആക്കി കൊടുത്തിരുന്നു. പിന്നീട് പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന പോസ്റ്റുകൾക്കും വീഡിയോസിനൊക്കെ കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അപ്പം അതുമൂലം പല ക്രിയേറ്റർമാരും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിരുന്നു, ഈ ഞാൻ ഉൾപ്പെടെ. എന്ന് പറഞ്ഞാൽ ഒരു മാസം നമുക്ക് $0.25, $0.30 അങ്ങനെയൊക്കെ കിട്ടും. $1 പോലും തികച്ച് കിട്ടില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് എക്സ്ട്രാ ബോണസ് എന്ന് പറയുന്നൊരു ഇത് ഫേസ്ബുക്ക് കൊണ്ടുവന്നു. അങ്ങനെ എക്സ്ട്രാ ബോണസ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോണസ്റ്റ് പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ആക്ച്വലി എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും വിവിധപ്പെട്ട എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും എന്ന് പറയാൻ $1 ചെറിയ ഒരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റർ ഷെയർ ചെയ്യുന്ന ഒരു ബോണസ് ഏർപ്പാടായിരുന്നു. അപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൊരു മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 പേരിലേക്ക് എത്തുന്ന 2 പോസ്റ്റുകൾ ഷെയർ ചെയ്യാന്നൊരു ഓപ്ഷനാണ് ഫേസ്ബുക്ക് വെച്ചത് ഉള്ളില്. ഇപ്പൊ നമ്മൾ അതിനെ ട്രൈ ചെയ്തു. പക്ഷേ എങ്കിൽ പോലും അത് നടന്നില്ല. അത് അച്ചീവ് ആകാതെ വീണ്ടും ഒരു മടിയായി. അങ്ങനെ അത് വീണ്ടും നിർത്തിവെച്ചു. ഏകദേശം അതൊരു 10 മാസത്തോളം ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇടക്കൊക്കെ ആക്റ്റീവായും $1 $2 ഒക്കെ വെച്ച് പിന്നെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും പതിയെ അതൊരു $20 എത്തി. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തോടെയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു, മാർച്ച് അവസാനത്തോടെയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ $22 കാര്യങ്ങളെത്തി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് $25 ആക്കുക എന്നൊരു ഇത് തോന്നി. അങ്ങനെ $25 വേണ്ടിയിട്ട് ഉള്ളൊരു തത്രപ്പാട് ഈ ഒരു മാസം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്നൊരു തോന്നൽ വന്നു. മെയ് മാസം ആയപ്പോഴത്തേക്ക് അത്ര ആയപ്പോഴത്തേക്കും പിന്നെ ഞാനത് ആഞ്ഞ് ശ്രമിച്ചു. ജൂൺ മാസം ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എക്സ്ട്രാ ബോണസ് എല്ലാവർക്കും ഒരു 8,000 പേരിലേക്ക് 2 പോസ്റ്റുകൾ ആഴ്ചയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് $20 തരുന്ന ഒരു ഓപ്ഷൻ കൂടി കിട്ടി. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്കത് 2 ആഴ്ച അടുപ്പിച്ച് കിട്ടിയപ്പോഴത്തേക്കും അതൊരു വലിയൊരു എമൗണ്ട് ആയി. $40 ഞാൻ അങ്ങനെ തന്നെ എക്സ്ട്രാ ബോണസിലൂടെ ഏൺ ചെയ്തു. പിന്നെ അത് $20 ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഏകദേശം $5 കൂടി ആ മന്തിൽ നമ്മളിട്ട പോസ്റ്റുകൾക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. അപ്പം $25 അതും കിട്ടി. അങ്ങനെ ഒരു മൊത്തത്തിൽ നമുക്ക് ഈ മാസം ഈ കഴിഞ്ഞ ജൂൺ മാസം അവസാനിച്ചപ്പോഴത്തേക്കും $65 കിട്ടി. അപ്പൊ ഇത് നമുക്ക് ആക്ച്വലി ഈ വന്ന മന്തില് ജൂലൈ മന്തില് നമുക്കത് പേ ഔട്ട് ആയിട്ട് കിട്ടി. അപ്പൊ അത്രയും ഡോളർ ഏകദേശം എത്രയായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ അത്രയും തുക നമ്മുടെ അക്കൗണ്ടിൽ വന്നു. അതിന്റെ സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും പിൻ ചെയ്യാം. അപ്പം ഇത് നിങ്ങൾക്കും ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇനേബിൾ ആവാൻ വേണ്ടി കുറച്ചു കാലം ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരിക്കുക. ഒരു 3 മാസക്കാലത്തിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് അത് ഇനേബിൾ ആക്കി തരും.
എത്രയും കാലം ആക്റ്റീവ് ആകും. ഒരു ദിവസം ഒരു 3 മുതൽ 5 വരെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നല്ല റീച്ചുകൾ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇന്നേബിൾ ആയവർക്ക് നല്ല അത്യാവശ്യം തെറ്റില്ലാത്ത റവന്യൂ ഫേസ്ബുക്ക് തരും. പിന്നെ ചില സമയങ്ങളിൽ ഫേസ്ബുക്ക് വളരെയധികം കുറച്ച് കളയും. നേരത്തേക്ക് 50,000 ഒക്കെ അടിച്ചൊരു 70,000 50,000 ഒക്കെ കടന്ന ഒരു ഫോട്ടോയ്ക്ക് മാത്രം എനിക്ക് $1.2 ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി. പക്ഷെ ഇതേ സെയിം പാറ്റേണിൽ തന്നെ ഇപ്പൊ ഇടുന്ന പോസ്റ്റുകൾക്ക് 50,000 60,000 ഒക്കെ എത്തുന്നതിന് ഫേസ്ബുക്ക് തരുന്നത് വെറും $0.50 ഒക്കെ കിട്ടുന്നു. അപ്പൊ അത് ചില സാഹചര്യങ്ങളിൽ അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് കോസ്റ്റിന്റെ വ്യത്യാസങ്ങളൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം അത് കാരണം പിന്നെ നമ്മള് ആ ഒരു സംഭവം എങ്ങനെയായാലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നൊരു ഇതിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം 3, 4, 5 പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ചാറ്റ് ജിപിടിയുടെ കാലം വരുന്നതിന് മുമ്പ് മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നത് നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട്. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാറ്റ് ജിപിടി വന്നതോടുകൂടി നമുക്ക് വളരെ എളുപ്പമായി കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്തു തരും. ഏകദേശം ഞാൻ കൂടുതലും ഇൻഫോഗ്രാഫിക്സ് ആണ് ചെയ്യാറുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു മാറ്റർ അതിൻ്റെ അകത്ത് കൊടുക്കുക, ഉടൻ തന്നെ അതിനൊരു റിസൾട്ട് തരും. ആ റിസൾട്ട് നമ്മൾ ഈ ഇൻഫോഗ്രാഫിക് ഒക്കെ തരാൻ പറഞ്ഞാൽ അതുടൻ തന്നെ ചെയ്തു തരും. അതുകൊണ്ടൊന്ന് നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ മതി. അതിപ്പോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്ഷനിൽ ഹാഷ്ടാഗ്സ് ഒക്കെ അവിടുന്ന് തന്നെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഈ പോസ്റ്റുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന റീച്ച് ആവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഫേസ്ബുക്ക് നമുക്ക് റീച്ച് ആക്കി തരുന്നുണ്ട്. നോൺ ഫോളോവേഴ്സ് ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഞാനിപ്പോ 2.3 മില്യൺ വ്യൂവേഴ്സ് കഴിഞ്ഞു 28 ദിവസത്തിനിടയ്ക്ക്. എനിക്ക് അത്രത്തോളം റീച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞാൽ അത് റീച്ച് കുറഞ്ഞപ്പോഴത്തേക്കും അതേപോലെ ഏണിങ്സും കുറഞ്ഞപ്പോഴത്തേക്കും ഇടുന്നതിന്റെ ഒരു പോരായ്മയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് കരുതിയിട്ട് ഞാനിപ്പോ വീഡിയോയിലേക്ക് കൂടി കടക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു പോസ്റ്റ് കൂടി ചെയ്യുന്നത്. പിന്നെ പൊതുവെ എനിക്ക് ഏണിങ്സ് കിട്ടി കഴിയുമ്പോൾ എന്തായാലും ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ നല്ലൊരു ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനേബിൾ ആയാൽ. പിന്നെന്ന് പറഞ്ഞാൽ വീഡിയോസ് ആയാലും വീഡിയോസ് ഷെയർ ചെയ്ത് എനിക്ക് തോന്നുന്ന ഫോളോവേഴ്സ് കൂടും. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് കൂടാൻ ഉണ്ട്. പിന്നെ അത് പക്ഷേ നമ്മള് പോസ്റ്റുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്രയും ഫോളോവേഴ്സിന് ഒറ്റയടിക്ക് കിട്ടുമെന്നല്ല. പക്ഷെ വീഡിയോസ് ചെയ്താൽ നല്ല ഫോളോവേഴ്സിന് കിട്ടും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് സ്വാഭാവികമായിട്ടും ഫോട്ടോകൾക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. വീഡിയോസിന് എങ്ങനെയാണെന്ന് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. ഞാനിപ്പം വീഡിയോസ് ചെയ്തു തുടങ്ങിയതല്ലേ. അപ്പം വീഡിയോസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിന്റെ കാര്യങ്ങൾ ഞാൻ ഭാവിയിൽ ഷെയർ ചെയ്യാം. കൂടുതലും ഇനി വീഡിയോസ് തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻസ് ഉണ്ട്. മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് ഇനി കാര്യങ്ങൾ എത്തിക്കുമ്പോൾ അത് വീഡിയോസിലൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ മന്ത് എനിക്ക് തോന്നണു ആദ്യമായിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്ത് ഡോളേഴ്സ് ഒരു 10-15 മുകളിലേക്ക് എത്തിക്കുന്നത്. അതല്ലാതെ എല്ലാ മാസവും നമുക്ക് 10 ഡോളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ബോണസിന്റെ സഹായത്തോടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ മാസം പോസ്റ്റ് ചെയ്ത് മാത്രം $15 മുകളിലുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ എല്ലാം നടക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്കുകളും നിങ്ങൾ ചെയ്യുന്ന കമന്റുകളും ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് റീച്ച് കിട്ടി പേ ഔട്ട് കിട്ടിയത്. അപ്പം ഞാൻ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഭാവിയിൽ എനിക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ വീഡിയോസ് കാണുന്നവരായാലും പോസ്റ്റുകൾ കാണുന്നവരായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ സാധിക്കുന്നവർ കമന്റ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തായാലും ഇൻഫോ പോസ്റ്റുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം
അത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകളാണ് അത് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നോൺ ഫോളോവേഴ്സിനാണ് നല്ല ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവരും നല്ലൊരു സപ്പോർട്ട് നൽകുകയാണെങ്കിൽ ഈ പറയുന്ന നല്ല രീതിയിൽ പുതിയ പുതിയ കണ്ടന്റ്സ് ഒക്കെ ചെയ്യാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും. അപ്പം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം ഏവർക്കും ശുഭദിനം. താങ്ക് യു.